നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂമാൻതോട് പാലം സൈഡ് ഭിത്തി നിർമ്മാണം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. ഗ്യാബിയോൺ കേജ് സാങ്കേതികവിദ്യയിൽ നിർമ്മാണം അതിവേഗതയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കൂമാൻതോട് സൈഡ് ഭിത്തി നിർമ്മാണം മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. 2018 പ്രളയത്തിലാണ് സൈഡ് ഭിത്തി തകർന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി കൂടി കണക്കിലെടുത്ത് വീതി കൂട്ടിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 120 ദിവസം നിർമ്മാണ കരാർ കാലാവധിയുള്ള പദ്ധതി 45 ദിവസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം വേഗത്തിലാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കരാർ പ്രകാരം ഈ വർക്ക് ചെയ്യുന്നതിന് അനുവദിച്ചിരുന്ന സമയം 4 മാസമാണ്. 4 മാസം എന്ന് പറഞ്ഞാൽ 120 ദിവസം. ഇപ്പോൾ 38 ദിവസമേ ആയിട്ടുള്ളൂ, ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. വണ്ടി പോകാവുന്ന നിലയിലാവും. അതായത് 4 മാസം കരാർ കാലാവധിയുള്ള 120 ദിവസം കരാർ കാലാവധിയുള്ള ഒരു വർക്ക് 45 ദിവസമാകുമ്പോഴേക്കും ഗതാഗത യോഗ്യമാക്കി മാറ്റും. ബാക്കി റോഡിന്റെ മറ്റ് നിർമ്മാണം മഴയ്ക്ക് ശേഷം പിന്നീട് നടത്തുകയും ചെയ്യും. ഒരാഴ്ച കൊണ്ട് റോഡ് തുറന്നു കൊടുക്കും. പട്ടാമ്പി മുതുതല കൊടുമുണ്ടയിൽ 40-കാരനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മിച്ചിങ്ങത്തൊടി അഷ്റഫ് അലിയാണ് മരിച്ചത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട പുത്തൻകവലയിലാണ് വീട്ടുമുറ്റത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മച്ചിങ്ങത്തൊടി വീട്ടിൽ 46-കാരനായ അഷ്റഫ് അലിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രദേശവാസികൾ ഇയാളെ വീട്ടുമുറ്റത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നത് ആദ്യം കണ്ടത്. വീടിന്റെ സിറ്റൌട്ടിൽ രക്തം തളം കെട്ടി നിൽക്കുന്നതും കണ്ടെത്താനായി. തുടർന്ന് പട്ടാമ്പി പോലീസിൽ നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്നാണ് ഇയാൾ മരിച്ച വിവരം അറിയുന്നത്. മരിച്ച അഷ്റഫ് അലിക്ക് അസുഖങ്ങൾ ഉള്ളതായാണ് വിവരം. രക്തം ഛർദ്ദിച്ചാകാം മരണം സംഭവിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. കുറച്ചുനാളായി ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കൂറ്റനാട് മല റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും പുറകെ വരികയായിരുന്ന കാറും എതിരെ വന്ന മറ്റൊരു കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കൂറ്റനാട് മല റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ വളവിലായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ മുലയമ്പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കിയ ആരവം 2025 മൂന്നാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ റോയൽ ട്രാവൽസ് കോഴിക്കോട് ജേതാക്കളായി. ഫൈനലിൽ യുണൈറ്റഡ് FC നെല്ലിക്കുത്തിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റോയൽ ട്രാവൽസ് കോഴിക്കോട് കിരീടം ചൂടിയത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനില പാലിച്ചു. രണ്ടാം പകുതിയിൽ മിന്നുന്ന പോരാട്ടത്തിനൊടുവിൽ കോഴിക്കോട് 2ാം ഗോളും നേടി വിജയം ഉറപ്പിച്ചു. നെല്ലിക്കുത്ത് അവസാന നിമിഷം വരെ ഗോൾ മടക്കുവാൻ ശ്രമിച്ചെങ്കിലും കോഴിക്കോടിന്റെ പ്രതിരോധത്തിനു മുന്നിൽ ആക്രമണ ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു. മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ഏപ്രിൽ 5-ന് ആരവം 2025 ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയത്. മേള കാണാൻ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് ക്ഷേത്ര മൈതാനിയിലൊരുക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലെത്തിയത്. ഫൈനലിൽ വേങ്ങാട്ടൂർ മന നാരായണൻ നമ്പൂതിരിപ്പാട്, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, SFI സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, KA പ്രയാൺ, പണിക്കവീട്ടിൽ യൂസഫ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ വിശിഷ്ടാതിഥികളായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ജേതാക്കൾക്ക് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, വേങ്ങാട്ടൂർമന നാരായണൻ നമ്പൂതിരിപ്പാട്, ഇസ ഗോൾഡ് MD മിൻഷാദ് കൂറ്റനാട്, ലൂട്ട് ക്ലോത്തിംഗ് MD ഉമ്മർ കുന്നംകുളം, സാഫ്ജി MD ഷാഫി എടപ്പാൾ, പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവെ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. പ്രസിദ്ധമായ മുളയൻകാവ് വലിയ കാളവേല ആഘോഷിച്ചു. 100-ൽ പരം ഇണക്കാളകൾ ഉത്സവപ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി.
ദേവീക്ഷേത്രത്തിലെ വലിയ കാളവേല പൂരപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. 100-ൽ പരം ഇനക്കാളുകളുടെ ചാരുതയിലായിരുന്നു മുളയങ്കാവ് വലിയ കാളവേല ആഘോഷിച്ചത്. ദേശക്കാളകൾക്ക് പുറമെ വ്യത്യസ്ത വലുപ്പത്തിലും മനോഹരമായി അലങ്കരിച്ചതുമായ ഇണക്കാളക്കോലങ്ങൾ ഉത്സവപ്രേമികൾക്ക് ദൃശ്യവിരുന്നാണ് ഒരുക്കിയത്. 10 തറ 4 ദേശക്കാരുടെ നേതൃത്വത്തിലായിരുന്നു വലിയ കാളവേല ആഘോഷം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഇടക്കാളക്കോലങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഉത്സവാഘോഷങ്ങളുടെ പെരുപ്പം കൊണ്ടും ചടങ്ങുകൾ കൊണ്ടും പ്രസിദ്ധമാണ് മുളയങ്കാവ് ബോധിക്ഷേത്രം. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന വെള്ളുവനാടിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മുളയങ്കാവ്. നെല്ലായ, വല്ലപ്പുഴ, കുലുക്കല്ലൂർ, ചളവറ പഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ക്ഷേത്ര തട്ടകം. പുറമത്ര ദേശത്തിനായിരുന്നു വലിയ കാളവേലയുടെ നടത്തിപ്പ്. LED ലൈറ്റുകളോടുകൂടിയുള്ള കാളവരവ് ആഘോഷപ്രേമികൾക്ക് ദൃശ്യവിരുന്നാണ് നൽകിയത്. കൂട്ടുമാടത്തിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട കേരള പോലീസിന്റെ 10 പേരുടെ അടിയന്തര സഹായ പദ്ധതി. പാലാക്കുറിശി നായർ, വെളിച്ചപ്പാടുമാർ, വിവിധ ദേശപ്രതിനിധികൾ എന്നിവരുടെ അകമ്പടിയോടെ കാളപ്രതിഷ്ഠത്തിന് തുടക്കമിട്ടു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയുമുള്ള ഇണക്കാളുകളുടെ വരവായിരുന്നു. കാളയിറക്കവും നടന്നു. തോൽപ്പാവക്കൂത്തും ഉണ്ടായിരുന്നു. വല്ലപ്പുഴയിൽ മേക്ക് 7 ഹെൽത്ത് ക്ലബിന്റെ 150ാം ദിനാഘോഷം സംഘടിപ്പിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും ഇതിന്റെ ഭാഗമായി നടത്തി. മേക്ക് 7 വല്ലപ്പുഴ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 180ാം ദിനം സംഘടിപ്പിച്ചത്. ആരോഗ്യകരമായ ഭാവിയിലേക്ക് 180 ദിനങ്ങളാണ് മേക്ക് 7 വല്ലപ്പുഴ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പിന്നിട്ടിരിക്കുന്നത്. വ്യായാമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വിപ്ലവം തീർത്ത മേക്ക് 7 വല്ലപ്പുഴ ഹെൽത്ത് ക്ലബിന് കീഴിൽ 100ഓളം അംഗങ്ങളാണ് വ്യായാമ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വ്യായാമ സെക്ഷൻ കരിങ്കാന ട്രെയിനർ അബൂബക്കർ പിക്ക് നയിച്ചു. തുടർന്ന് ഡോക്ടർ മുസ്തഫ തോട്ടിങ്ങൽ വ്യായാമത്തിന്റെ പ്രാധാന്യവും ജീവിതശൈലി രോഗങ്ങളിൽ അതിന്റെ ഫലപ്രദതയും കുറിച്ച് വിശദീകരിച്ചു. വളരെ നിസ്സാരമായിട്ടാണ് പലരും കാണുന്നത്. അതായത് നടക്കുന്ന ആളുകൾ തന്നെ അതിന്റെ ആ ഒരു മെറിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്നില്ല. കൈയൊക്കെ ആട്ടി വീശി ഹൃദയമിടിപ്പ് ഒരു 140, 160 അവനവന്റെ ഏജിനും വെയിറ്റിനും അനുസരിച്ച് ഹൃദയമിടിപ്പ് കൂടണം കുറയണം അങ്ങനെയൊക്കെ ഉണ്ട്. അത് പ്രകാരമൊന്നും ആരും നടക്കുന്നില്ല. എല്ലാവരും പരസ്പരം കയ്യും പിടിച്ച് മൊബൈൽ ഫോണും സംസാരിച്ച് ഇങ്ങനെ വെറുതെ റോഡിലൂടെ നടക്കുക എന്നല്ലാണ്ട് മറ്റൊന്നുമില്ല. എന്നാൽ മേക്ക് 7 പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഈ മേക്ക് 7 എന്ന് പറയുന്ന ഈ വ്യായാമ മുറയിൽ പങ്കെടുത്ത ആളുകൾ, ഇപ്പൊ 150 ദിവസം പിന്നിട്ട ആളുകളെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ എക്സസൈസ് അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആർക്കൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ 7 തരത്തിൽ 21 ഇനങ്ങളിലായി 21-25 മിനിറ്റിന്റെ ഉള്ളിൽ അവസാനിക്കുന്ന ഒരു എക്സസൈസ് ആണത്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്ക് അവരവരുടെ ആരെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ, ചിലർക്ക് ദിവസങ്ങൾക്കുള്ളിൽ, ഇനി മാസം 5 or 6 മാസം ആകുമ്പോഴേക്കിന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. EK മുഹമ്മദ് ബഷീർ, M സൈദലവി, CK അസീം, ഷഹീർ, ഷൗക്കത്ത്, അക്ബർ, PK അബൂബക്കർ, സൈദലവി മുത്തു തുടങ്ങിയവരും പങ്കെടുത്തു. MSF തൃത്താല നിയോജക മണ്ഡലം പ്രതിനിധി സമ്മേളനം മേഴത്തൂരിൽ നടന്നു. മേഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിലെ സമ്മേളന നഗരിയിലായിരുന്നു
മണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ പതാക ഉയർത്തിയതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ആയിഷ മറിയം മുഖ്യപ്രഭാഷണം നടത്തി. PA സലാം മാസ്റ്റർ, SKM തങ്ങൾ, T അസീസ്, ഷർഫു പിലാക്കൽ, KV മുസ്തഫ, TK ചേക്കുട്ടി സാഹിബ്, ഷക്കീർ കോഴിക്കര, TK ഉസാമ, ഷംസുദ്ദീൻ തിരുമിറ്റക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. 550ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃത്താല നിയോജക മണ്ഡലം സമ്മേളനം 14-ന് സമാപിക്കും. മുമ്പ് ഇതേ ഹാളിൽ MSFന്റെ സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. അന്നുണ്ടായിരുന്നതിനേക്കാൾ 4 വർഷങ്ങൾക്ക് ഇപ്പുറം ആള് കുറയുകയല്ല. തൃത്താലയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് സമ്മേളനങ്ങൾ ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. തൃത്താല ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലമല്ല, മുസ്ലിം ലീഗ് നിയമസഭാ സമാജികന്മാരുടെ മണ്ഡലമല്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയോ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയോ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതലുള്ളതും ലീഗല്ല. എന്നാൽ ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമാണ്, അത് MSF ആണ് എന്ന് ഒന്നുകൂടി അടിവരയിടുന്നതാണ് നിങ്ങളുടെ ഈ സമ്മേളനങ്ങൾ ഓർമ്മപ്പെടുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.